ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ കാരണമാകുന്ന ഒരു ആത്മീയമായ ഒറ്റമൂലിയെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് പൂർണ്ണമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമാകുന്ന ആത്മീയ ഒറ്റമൂലി. നമുക്കിടയിൽ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരില്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മിക്ക യുവാക്കളും ആ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളാണ്. വിദേശത്തൊക്കെ വിസിറ്റിങ്ങിന് പോയി അവിടെ 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന അവസ്ഥ നിരന്തരമായി ഉണ്ടല്ലോ. എന്നാൽ ഞാൻ പരിഹാരം പറയാം, വളച്ചുകെട്ടില്ലാതെ. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ 11 സ്വലാത്ത് ചെല്ലുക. 11 സ്വലാത്ത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയാം. 11 സ്വലാത്ത് നിങ്ങൾ ചെല്ലുക. അതിനുശേഷം നിങ്ങൾ ഞാൻ പറയുന്ന ദിക്ർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്ർ നിങ്ങൾ 575 തവണ, 575 തവണ നിങ്ങൾ ചൊല്ലുക. കുറേ സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം മതി. അപ്പോൾ 11 സ്വലാത്ത് 575 തവണ ഈ ദിക്ർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. എന്നിട്ട് വീണ്ടും 11 തവണ ഏതെങ്കിലും ഒരു സ്വലാത്ത്, നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാട്ടോ. ഒരുപാട് സ്വലാത്തുകളുണ്ട്, ആ സ്വലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് ശേഷം നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി, ഇത് ഏത് സമയത്താണെന്ന് ഞാൻ പറയാം, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവിലേക്ക് 2 കൈയും ഉയർത്തി ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്യുക. ഇത് ദുആ സ്വീകരിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ദിക്റും ഈ സ്വലാത്തുമൊക്കെ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ചാൽ നമുക്ക് നല്ല ഒരു ജോലി കിട്ടാൻ അത് കാരണമാകും. ഇതെപ്പോഴാണ് ചെല്ലേണ്ടത്? നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ, ഒരു കമൻറ്റ് ചെയ്താൽ, ലൈക്കും കമൻറ്റ് ചെയ്താൽ തന്നെ കുറേ ആളുകളിലേക്ക് അറിയത്തു. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. നോക്കൂ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതെപ്പോഴാണ്? ഇശാ നമസ്കാരത്തിന് ശേഷം. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു നോക്കൂ. നമുക്ക് അനുയോജ്യമായ ഒരു ജോലി കിട്ടാൻ ഇതൊരു കാരണമാകും. അള്ളാഹു ദുആ സ്വീകരിക്കട്ടെ. നല്ല യോജിച്ച ജോലി അള്ളാഹു നൽകട്ടെ. വീണ്ടും കാണാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.